14 കിലോമീറ്ററാണ് വേമ്പനാട് കായലിന്റെ പരമാവധി വീതി. ഇടത് ഭാഗത്ത് ആലപ്പുഴ ജില്ല, വലത് ഭാഗത്ത് കോട്ടയം ജില്ല. 96.5 കിലോമീറ്റർ നീളത്തിൽ 96.5 കിലോമീറ്റർ നീളത്തിൽ 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായലാണ് വേമ്പനാട് കായൽ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം. 96 കിലോമീറ്റർ നീളമുണ്ട്. 2033 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം. ആ 96 കിലോമീറ്ററും ഇത്രയും വിസ്തീർണമുള്ള കായലിന്റെ ഏറ്റവും വീതിയേറിയ 14 കിലോമീറ്ററാണ് വീതി. ആ വീതിയേറിയ ഭാഗത്തുകൂടിയാണ് നമ്മൾ സഞ്ചരിക്കാൻ പാതിരാമണലിലേക്ക് പോകുന്നത്. ഇത്രയും വലിയ ജലാശയത്തിനെ ഈ ജലസമ്പുഷ്ടമാക്കി നിലനിർത്തുന്നത് കായലിലേക്ക് കിഴക്കൻ പർവ്വതനിരകൾ, പശ്ചിമഘട്ട മേഖലകളിൽ നിന്നും കുറച്ചധികം നദികളും കനാലുകളും തോടുകളും ഒക്കെ കായലിലേക്ക് ഒഴുകി വന്ന് ചേരുന്നുണ്ട്. ഈ നദികളും കനാലുകളും ഒക്കെയാണ് ഈ വേമ്പനാട് കായലിനെ ഇത്രയും ജലസമ്പുഷ്ടമാക്കി നിലനിർത്തുന്നത്. പ്രധാനമായും 6 നദികളാണ് കായലിലേക്ക് ഒഴുകി വന്ന് ചേരുന്നത്. പുണ്യനദിയായ പമ്പ, മീനച്ചിൽ, അച്ചൻകോവിൽ, മണിമല, മൂവാറ്റുപുഴ, പെരിയ, ഇത്രയും നദികളാണ് പ്രധാനമായും കായലിലേക്ക് ഒഴുകി വന്ന് ചേരുന്നത്. ഇതുകൂടാതെ നിരവധിയായ കനാലുകളും തോടുകളും ഒക്കെ കിഴക്കൻ പർവ്വത മേഖലകളിൽ നിന്നും ഹൈറേഞ്ച് മേഖലയിൽ നിന്നും ഒഴുകി വന്ന് ചേരുന്നുണ്ട്. ഈ നദികളും കനാലുകളും ഒക്കെ തന്നെയാണ് ഈ ജലാശയത്തെ ഇത്രയും ജലസമ്പുഷ്ടമാക്കി നിലനിർത്തുന്നത്. ആ നദികളും കനാലുകളും ഒക്കെ ആയിരക്കണക്കായ വർഷങ്ങളെടുത്ത് ഒഴുക്കിക്കൊണ്ടുവന്ന മണലും വെക്കലും ചെളിയും ഒക്കെ അടിഞ്ഞുകൂടി സ്വാഭാവികമായ രൂപം കൊണ്ട ഒരു നദീജന്യ ദ്വീപാണ് പാതിരാമണൽ. നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്കാണ് എത്തിച്ചേരുന്നത്. 50 ഏക്കറിന് മുകളിൽ വിസ്തൃതിയുള്ള ഒരു വലിയ ഭൂപ്രദേശമാണ് പാതിരാമണൽ. നിരവധിയായ ഔഷധ സസ്യങ്ങൾ, ഷഡ്പദങ്ങളുടെയൊക്കെ ഒരു സംഗമ സ്ഥാനമാണ്. അതിരാവിലെയും വൈകുന്നേരങ്ങളിലും ചില ദിവസങ്ങളിൽ ദേശാടന പക്ഷികളുടെ സാന്നിധ്യം അവിടെ കാണാറുണ്ട്. പക്ഷേ ഈ ഉച്ച സമയത്ത് അങ്ങനെ അധികം കാണാറില്ല. 1990 കാലഘട്ടം വരെ അവിടെ ജനവാസം ഉണ്ടായിരുന്നു, മനുഷ്യവാസം ഉണ്ടായിരുന്നു. 14ഓളം കുടുംബങ്ങൾ താമസിച്ചിരുന്നു. ദ്വീപിന്റെ പാരിസ്ഥിതിക മൂല്യം കണക്കിലെടുത്ത് അതിന്റെ സ്വാഭാവികത നിലനിർത്തുന്നതിലേക്കായി ആ 14 കുടുംബങ്ങളെയും ഇടതുഭാഗത്ത് മുഹമ്മ ഗ്രാമപഞ്ചായത്താണ്. മുഹമ്മ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലാണ് പാതിരാമണൽ ദ്വീപ് നിലനിൽക്കുന്നത്. ആ മുഹമ്മ പഞ്ചായത്തിലേക്ക് ആ 14 കുടുംബങ്ങളെയും മാറ്റി പാർപ്പിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ദ്വീപിൽ ആൾതാമസമില്ല. ഇത്തരം ടൂറിസം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പഞ്ചായത്ത് ദ്വീപ് തുറന്നു നൽകുന്നത്. നമ്മൾ ഇടത് കരയെടുത്തു കഴിഞ്ഞാൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ നിന്നുമാണ് യാത്ര ആരംഭിച്ചത്. ഇടത് കരയിൽ ആര്യാട് എന്ന പേരുള്ള മറ്റൊരു ഗ്രാമപഞ്ചായത്തുണ്ട്. അതിന് വടക്കൻ ഭാഗത്ത് ആലപ്പുഴ ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് ആര്യാട്. അതിനുശേഷം മണ്ണഞ്ചേരി എന്നുള്ളൊരു ഗ്രാമപഞ്ചായത്തുണ്ട്. 2 പഞ്ചായത്തുകൾ നമ്മൾ പിന്നിട്ടു ഇടത് കരയിൽ. ഇപ്പോൾ ഇടത് ഭാഗത്ത് മുഹമ്മ ഗ്രാമപഞ്ചായത്താണ്. ആ മുഹമ്മ പഞ്ചായത്തിന്റെ അധീനതയിലാണ് പാതിരാമണൽ ദ്വീപ് നിലനിൽക്കുന്നത്.